നമസ്കാരം. പ്രധാന വാർത്തകൾ. കുറ്റം ചെയ്താൽ ശിക്ഷ അനുഭവിക്കണം. രാഹുലിനെ പോലീസ് കണ്ടുപിടിക്കട്ടെ. കുറ്റം ചെയ്താൽ ശിക്ഷ അനുഭവിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലായിരുന്നു നേതാവിന്റെ പ്രതികരണം. രാഹുലിനെ പാർട്ടി സംരക്ഷിക്കുന്നില്ല, അദ്ദേഹത്തെ പോലീസ് കണ്ടുപിടിക്കട്ടെ. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സന്ദീപ് വാര്യർക്കെതിരെ നടപടിയെടുത്താലും അത് സ്വാഭാവികമായ നിയമ നടപടിയാണ്. നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്നും അദ്ദേഹം പറഞ്ഞു. കാനത്തിൽ ജമീല MLA-ക്ക് വിട നൽകി ജന്മനാട്. അർബുദബാധയെ തുടർന്ന് അന്തരിച്ച കൊയിലാണ്ടി MLA-യും CPIM നേതാവുമായ കാനത്തിൽ ജമീലയ്ക്ക് വിട നൽകി ജന്മനാട്. വൈകിട്ട് 5-ന് ഔദ്യോഗിക ബഹുമതികളോടെ അത്തോളി കുനിയൽക്കടവ് ജുമാ മസ്ജിദിലാണ് സംസ്കാരം നടന്നത്. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ച മൃതദേഹം രാവിലെ CPIM നേതാക്കളുടെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങി. 8 മണി മുതൽ 10 മണി വരെ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലും തുടർന്ന് 11 മണി മുതൽ കൊയിലാണ്ടി ടൗൺ ഹാളിലും ഉച്ചകഴിഞ്ഞ് തലക്കുളത്തൂരും പൊതുദർശനത്തിന് വെച്ചു. BJP സ്ഥാനാർത്ഥിയായി സോണിയാഗാന്ധി. കോൺഗ്രസിനും CPM-നും നെഞ്ചിരിപ്പ്. മൂന്നാറിൽ BJPക്ക് വേണ്ടി കളത്തിലിറങ്ങി സോണിയാഗാന്ധിയും. മൂന്നാർ പഞ്ചായത്തിലെ 16-ാം വാർഡ് നല്ലതണ്ണിയിലാണ് BJP സ്ഥാനാർത്ഥിയായി സോണിയാഗാന്ധി മത്സരിക്കുന്നത്. BJP പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സുഭാഷിന്റെ ഭാര്യയാണ് സോണിയ. നല്ലതണ്ണി കല്ലാറിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് പരേതനായ ദുരൈരാജിന്റെ മകളാണ് സോണിയാഗാന്ധി. കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് അദ്ദേഹം മകൾക്ക് ഈ പേരിട്ടത്. എന്നാൽ BJP പ്രവർത്തകനായ സുഭാഷിനെ വിവാഹം ചെയ്തതോടെ സോണിയ BJP അനുഭാവിയായി. ഇത്തവണ സോണിയയ്ക്ക് മത്സരിക്കാനുള്ള സീറ്റ് ലഭിച്ചു. കോൺഗ്രസിലെ മഞ്ജുള രമേശും CPM-ലെ വലർമതിയുമാണ് സോണിയാഗാന്ധിയുടെ എതിർ സ്ഥാനാർത്ഥികൾ. നല്ലതണ്ണിയിൽ സോണിയാഗാന്ധി കോൺഗ്രസിനെ തോൽപ്പിക്കുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. ബോണക്കാട് ഉൾവനത്തിൽ കടുവകളുടെ എണ്ണം എടുക്കാൻ പോയി കാണാതായ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ കണ്ടെത്തി. ബോണക്കാട് ഈരാറ്റുമുക്ക് ഇരുതോട് ഭാഗത്തായാണ് ഇവരുടെ ലൊക്കേഷൻ കണ്ടെത്തിയിരിക്കുന്നത്. 3 പേരും സുരക്ഷിതരാണെന്ന് ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു. 3-അംഗ സംഘത്തിലെ ഒരാൾക്ക് വഴിതെറ്റിയതാണ് കാരണമെന്ന് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഇയാൾക്കായി തിരയുകയായിരുന്നുവെന്നും ഇന്ന് രാവിലെയാണ് ഇയാളെ കണ്ടെത്തിയതെന്നുമാണ് വിവരങ്ങൾ. ഇന്നലെ രാവിലെയാണ് ഉൾവനത്തിലേക്ക് പോയ 3 സംഘത്തെ കാണാതായത്. പാലോട് റേഞ്ച് ഓഫീസിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ രാജേഷ്, ഫോറസ്റ്റ് വാച്ചർ രാജേഷ്, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ വിനീത എന്നിവരെയാണ് കാണാതായത്. ബോണക്കാട് പരുത്തിപ്പള്ളി ഭാഗത്താണ് ഇവർ എണ്ണമെടുക്കാൻ പോയത്. നിർണായക വിവരം. രാഹുൽ തമിഴ്നാട് കർണാടക അതിർത്തിയിൽ. ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിച്ചത് തമിഴ്നാട് കർണാടക അതിർത്തിയായ ബാംഗ്ലൂരിൽ നിന്ന് റിപ്പോർട്ട്. ഇന്നലെ രാവിലെ വരെ രാഹുൽ ഇവിടെയായിരുന്നു. അതിനുശേഷം കർണാടകയിലേക്ക് കടന്നതായാണ് സംശയം. ഒളിവിലുള്ള രാഹുൽ കാറുകൾ മാറി മാറി ഉപയോഗിക്കുന്നതായും സംശയമുണ്ട്. കോയമ്പത്തൂർ, പൊള്ളാച്ചി എന്നിവിടങ്ങളിൽ താമസിച്ചതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നാളെ നിർണായകം. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ നീട്ടി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഈ മാസം 8-ലേക്ക് മാറ്റി. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ പത്മകുമാർ ജാമ്യഹർജി സമർപ്പിച്ചത്. തിരുവിതാംകൂർ ബോർഡിൽ ഒപ്പമുണ്ടായിരുന്ന മറ്റംഗങ്ങളെ കൂടി പ്രതിക്കൂട്ടിലാക്കുന്നതാണ് പത്മകുമാറിന്റെ ജാമ്യഹർജി. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നാളെ നിർണായക ദിവസമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ 3-ാം ഘട്ട അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നാളെ ഹൈക്കോടതിയിൽ സമർപ്പിക്കും. അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രത്യേക സംഘം കൂടുതൽ സമയം ആവശ്യപ്പെടും. അന്വേഷണത്തിനായി കോടതി അനുവദിച്ച 6 ആഴ്ചത്തെ സമയം നാളെ അവസാനിക്കും. ഈ സാഹചര്യത്തിലാണ് കൂടുതൽ സമയം ആവശ്യപ്പെടുന്നത്. ബാർക്ക് റേറ്റിംഗ് തട്ടിപ്പ്. റിപ്പോർട്ടർ TV ഉടമ ആന്റോ അഗസ്റ്റിനെതിരെ കേസെടുത്ത് കളമശ്ശേരി പോലീസ്. വാർത്താ ചാനലുകളുടെ റേറ്റിംഗ് നിശ്ചയിക്കുന്ന ബാർക്ക് ഡേറ്റ തട്ടിപ്പിൽ റിപ്പോർട്ടർ TV MD ആന്റോ അഗസ്റ്റിനെ 2-ാം പ്രതിയാക്കി കളമശ്ശേരി പോലീസ് കേസെടുത്തു. ബാർക്ക് ജീവനക്കാരൻ പ്രേംനാഥാണ് 1-ാം പ്രതി. കൃത്രിമ രേഖ ചമയ്ക്കൽ, വഞ്ചനാക്കുറ്റം എന്നിവ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. വോട്ട് അഭ്യർത്ഥിക്കാൻ ചെന്ന LDF സ്ഥാനാർത്ഥിയെ നായ കടിച്ചു. തകഴി ഗ്രാമപഞ്ചായത്ത് വേഴപ്പുറം 5-ാം വാർഡിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ തയ്യൽക്കളം S സാബുവിനെയാണ് കന്നാർമുക്ക് ജംഗ്ഷന് സമീപം താമസക്കാരനായ ഗോപന്റെ വളർത്തുനായ കടിച്ചത്. 2 കാലിലും കടിയേറ്റ സാബുവിനെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു.
പ്രാഥമിക ചികിത്സയും വാക്സിനും നൽകി വിട്ടയച്ചു. വീണ്ടും 9-ാം തീയതി ഇഞ്ചക്ഷൻ എടുക്കാനായി പോകണമെന്ന് സ്ഥാനാർത്ഥി പറഞ്ഞു. മാവേലിക്കരയിൽ DCC ജനറൽ സെക്രട്ടറി അടക്കം 5 സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പുറത്താക്കി. മാവേലിക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് തെക്കേക്കര പഞ്ചായത്തിൽ വിമത സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന DCC ജനറൽ സെക്രട്ടറി അടക്കമുള്ളവരെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. തെക്കേക്കര പഞ്ചായത്തിലെ 4 പേരെയും വള്ളികുന്നം പഞ്ചായത്തിലെ 1 സ്ഥാനാർത്ഥിയുമാണ് പുറത്താക്കിയിരിക്കുന്നത്. തെക്കേക്കര പഞ്ചായത്തിലെ 1-ാം വാർഡിൽ മത്സരിക്കുന്ന ഇന്ദിരാ രാജു, 2-ാം വാർഡിൽ മത്സരിക്കുന്ന രാജമ്മ, 3-ാം വാർഡിൽ മത്സരിക്കുന്ന DCC ജനറൽ സെക്രട്ടറി MK സുധീർ, 16-ാം വാർഡിൽ മത്സരിക്കുന്ന സുജിത ബിനോജ്, വള്ളികുന്നം പഞ്ചായത്ത് 20-ാം വാർഡിൽ മത്സരിക്കുന്ന S ലതിക എന്നിവരെയാണ് KPCC നിർദ്ദേശപ്രകാരം DCC പ്രസിഡന്റ് B ബാബുപ്രസാദ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. പത്തനംതിട്ടയിൽ 95-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമം. അയൽക്കാരനായ 68-കാരൻ അറസ്റ്റിൽ. പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ 95-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമം. പ്രതി പത്രോസ് ജോണിനെ പെരിനാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം പട്ടാപ്പകലായിരുന്നു സംഭവം. വീട്ടുമുറ്റത്ത് നിന്ന് വയോധികയെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തി വായിൽ തുണി തിരുകി അകത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. മൽപ്പിടുത്തത്തിനിടയിൽ വായിലെ തുണി മാറിയതോടെ വയോധിക നിലവിളിച്ചു. ഇതോടെ നാട്ടുകാർ ഓടിയെത്തി പീഡന ശ്രമം തടഞ്ഞ് വയോധികയെ മോചിപ്പിച്ചു. പ്രതിയെ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു.